ലോക്സഭയുടെ പ്രത്യേക സെഷൻ ആരംഭിക്കുകയാണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിച്ച് വനിതാ സംവരണം 2029 മുതൽ നടപ്പാക്കണമെന്ന് ലക്ഷ്യമിട്ട് ബില്ലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പുതിയ ബില്ലുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റുമോ എന്ന വലിയ ചർച്ചയ്ക്ക് ഇതിനകം വഴിയൊരുങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ശ്രീമതി ആനി രാജയാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ശ്രീമതി ആനി രാജ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. മോർണിംഗ്. ശ്രീമതി ആനി രാജ, ഇപ്പം ഈ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ ഒരു 3 ദിവസത്തെ പ്രത്യേക സെഷൻ വിളിച്ചു ചേർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ചർച്ച കടന്നാൽ ഇനിയിപ്പം ഇന്ന് ചർച്ച കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്ന് കേന്ദ്രം പ്രതീക്ഷിക്കുന്നു. പ്രതിപക്ഷം കടുത്ത എതിർപ്പ് ഉന്നയിച്ചിട്ടുണ്ട്, ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടു. അവിടെ ഭരണഘടന ഈ പകർപ്പ് ബിൽ ഭേദഗതി കീറി കത്തിച്ച് കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുകയാണ് തമിഴ്നാട് മുഴുവൻ MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ. കേന്ദ്രം ഇതുകൊണ്ട് എന്താകും ലക്ഷ്യം വെക്കുക? പ്രതിപക്ഷത്തിന്റെ നീക്കം, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം എങ്ങനെയാണ് ശ്രീമതി ആനി രാജ? തീർച്ചയായിട്ടും ഈ ബില്ല് എല്ലാവർക്കും അറിയാം, ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു ബില്ലാണിത്. ഇന്ത്യൻ ജനാധിപത്യത്തെ ഒരു അർത്ഥപൂർണമായ ജനാധിപത്യമായി മാറ്റുന്നതിന് ഉള്ള ഒരു അത്രയും നിർണായകമായ സുപ്രധാനമായ ഒരു ബില്ലാണിത്. ഈ ബില്ലിനോ അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന്, മഹിളാ സംവരണം എന്ന ആവശ്യത്തിന് ഒരു ചരിത്രം കൂടിയുണ്ട്. ഇത് 2023 പെട്ടെന്ന് ശ്രീ നരേന്ദ്രമോദിയുടെ മനസ്സിൽ പൊട്ടിമുളച്ച ഒരു കാര്യമല്ല ഇത്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. സ്ത്രീകൾക്ക് സംവരണം എന്നുള്ള ഒരു വിഷയം. ആ സമയത്ത് അതിൽ 15 അംഗങ്ങൾ ആ സഭയിൽ സ്ത്രീകളായിരുന്നു. അവരിൽ മഹാഭൂരിപക്ഷവും ആ ഒരു ആശയത്തെ തന്നെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം അന്ന് ശൈശവാവസ്ഥയിലുള്ള ഇന്ത്യൻ ജനാധിപത്യം അത് വളരുമ്പോൾ ആ വളർച്ചയോടൊപ്പം മുന്നോട്ടുള്ളതിൻ്റെ പ്രയാണത്തിൽ ഈ രാജ്യത്തെ എല്ലാവരെയും ജാതിഭേദമന്യേ, മതഭേദമന്യേ, ജെൻഡർ ഭേദമന്യേ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതുവഴി സ്വാഭാവിക പ്രക്രിയയിലൂടെ സ്ത്രീകൾ പാർലമെൻറ്റിലും നിയമനിർമ്മാണ സഭകളിൽ അധികാരത്തിലെത്തുമെന്നും ഉള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്ക്. ആ വിശ്വാസം 1975 വരെ തുടർന്നു. ഇപ്പോൾ ദേശീയ മഹിളാ ഫെഡറേഷനൊക്കെ 1954 രൂപീകരിച്ച സംഘടനയാണ്. പക്ഷേ 75 വരെ ഞങ്ങളുടെ സംഘടന, ദേശീയ മഹിളാ ഫെഡറേഷൻ അടക്കമുള്ള അക്കാലത്തെ സംഘടനകൾ ഈ മഹിളാ സംവരണത്തെ എതിർത്ത് അതിനെ അനുകൂലിച്ചിരുന്നില്ല. പക്ഷേ 1975 ഇന്ത്യയിലെ സ്റ്റാറ്റസ് ഓഫ് വിമൻ റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് അതിലുള്ളത് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ സ്ത്രീകളുടെ സാന്നിധ്യം വെറും 5% മാത്രമാണ്. 47 മുതൽ 75 വരെയുള്ള ജനാധിപത്യ വികസനത്തിൻ്റെ ആ പ്രയാണത്തിൻ്റെ പ്രക്രിയയിൽ സ്ത്രീകൾ 5% മാത്രമാണ് രാജ്യത്തിനു വേണ്ടി നിയമം നിർമ്മിക്കുന്ന സഭയായ പാർലമെൻറ്റിലുള്ളത് എന്നുള്ളത്. എന്നാൽ അത് 77 നടന്ന തെരഞ്ഞെടുപ്പിലാവട്ടെ അത് 3.5% കുറയുകയും ചെയ്തു. അതേ തുടർന്നാണ് ഈ വനിതാ സംവരണം എന്നുള്ള ശക്തമായ ആവശ്യം ഇന്ത്യൻ സ്ത്രീ സമൂഹത്തിൻ്റെയും ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിൽ നിന്നും ഉയർന്നു വരാൻ തുടങ്ങിയത്. അത് തുടർന്നുണ്ടായ നമുക്കറിയാം 1996 ബില്ല് കൊണ്ടുവരികയും ബില്ല് പാസ്സാകാൻ കഴിയാതെ പോവുകയും 2010 രാജ്യസഭയിൽ പാസ്സാകുകയും എന്നാൽ അത് ലോക്സഭയിലേക്ക് പോകാതിരിക്കുകയും ലോക്സഭ ഡിസോൾവ് ആകുമ്പോൾ ലോക്സഭയുടെ കാലാവധി തീരുമ്പോൾ അതിൻ്റെ കാലാവധിയും ആ ബില്ലും അതിൻ്റെയും അവസാനമാകുകയാണ്. അതിനുശേഷം ആരൊക്കെ വന്നിട്ടുണ്ട്? 2014 ശേഷം 2014 വരെ ഏതൊക്കെ പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നോ അവരൊക്കെ തന്നെയും ഈ ബില്ലിന്മേൽ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്തുകയും പാർട്ടികളുമായി ചർച്ചകൾ നടത്തുക, മഹിളാ പ്രസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തുക, ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ചകൾ നടത്തുക എന്നൊരു പ്രക്രിയ അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടന്നിരുന്നു. എന്നാൽ 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കാര്യം പറയുകയാണ്. 2014 അദ്ദേഹം അധികാരത്തിൽ പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ ഒരു ഡെലിഗേഷൻ പോയിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. അതിൽ ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, മഹിളാ സംവരണ ബിൽ നടപ്പിലാക്കുക എന്നുള്ളത്. അത് കൊടുക്കാനുള്ള കാരണം BJP അതിനു മുമ്പ് വരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് ശ്രീമതി സുഷമ സ്വരാജ് ആയിരുന്നാലും അതല്ല
മറ്റ് നേതാക്കളായിരുന്നാലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ബില്ല് വന്നാലുടൻ ഞങ്ങൾക്ക് സ്വന്തം ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളത് ഉടൻ 100 ദിവസത്തിനകം അത് ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കുമെന്നും, ഞങ്ങൾക്കല്ല മറ്റവരാണ് ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് ഈ ഗവൺമെൻറ് ഇരിക്കുന്ന ഗവൺമെൻറ് കോൺഗ്രസ് നേതൃത്വ ഗവൺമെൻറ് കൊണ്ടുവന്നാൽ ഉടൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിനെ പാസ്സാക്കുന്നൊക്കെ ആ ഒരു പ്രോമിസ്. 2014 സ്ഥിതി എന്താണ്? BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ഈ മെമ്മറാണ്ടം കൊടുത്തത്. പക്ഷേ പ്രധാനമന്ത്രി 2023 വരെ 14 മുതൽ 23 വരെ ഒരക്ഷരം ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായം പറയുകയോ മറ്റാളുകളുമായി ഇതുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയോ ചെയ്തിരുന്നില്ല. 2023 പെട്ടെന്ന് എങ്ങനെയാണ് ഈ ബില്ല് വരുന്നത്? ആ ബില്ല് വരുന്നത് 2021 ദേശീയ മഹിളാ ഫെഡറേഷൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഈ ബില്ലിനെ കുറിച്ച് സർക്കാർ ഒന്നും പറയുന്നില്ല. അവരുടെ BJP പാർട്ടിയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ വിഷയമുണ്ട്. മറ്റെല്ലാ പാർട്ടികളും ഏതൊക്കെ പാർട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആ പാർട്ടികളുടെ ഒക്കെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോ കൂടി ഞങ്ങൾ ഞങ്ങളുടെ പരാതിയോടൊപ്പം സമർപ്പിച്ചിരുന്നു. 2 വർഷക്കാലം ഈ കേസ് നടന്നു. ആദ്യത്തെ ഹിയറിങ്ങിൽ തന്നെ കോടതി കേന്ദ്രത്തോടും പാർട്ടികളോടും അവരുടെ അഭിപ്രായം ചോദിച്ചു. 2 വർഷമായിട്ടും 2021 അഭിപ്രായം ചോദിച്ച കോടതി അഭിപ്രായം ചോദിച്ച സർക്കാരിന് 2023 ആയിട്ടും ഒരു മറുപടി പോലും കോടതിയിൽ കൊടുത്തില്ല. ആ ഘട്ടത്തിലാണ് ജസ്റ്റിസ് ഖന്ന വളരെ രൂക്ഷമായി കേന്ദ്രത്തിനെതിരായി പ്രതികരിക്കുകയും ഒരു ഓർഡർ ഇറക്കാൻ പോലും മടിക്കില്ല എന്ന രീതിയിൽ വളരെ കർശനമായി സംസാരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിൻ്റെ അപകടം മണത്തത് കൊണ്ടാണ് വളരെ പെട്ടെന്ന്, നമുക്കെല്ലാം അറിയാം, ഒരു സായാഹ്നത്തിലാണ് ചാനലുകളിലൂടെയാണ് കേൾക്കുന്നത് പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനമുണ്ടാകും. ആ ഉദ്ഘാടനത്തിൽ ഏറ്റവും ആദ്യം വരുന്ന ബില്ല്, പാസ്സാക്കുന്ന ബില്ല് മഹിളാ സംവരണ ബില്ലാണെന്നുള്ളത്. അതാണ് അതിൻ്റെ അതുവരെയുള്ള ഒരു ചരിത്രം. എന്നാൽ ആ ബില്ല് കൊണ്ടുവന്നു. വളരെ നല്ലത്. ആ ബില്ല് പാസ്സാക്കുന്നതിന് ഇത്രയും കാലം കാത്തിരുന്ന ശേഷം അങ്ങനെ ഒരു നീക്കം നടന്നു. സുപ്രീം കോടതിയുടെ പ്രഷർ കൊണ്ടാണെങ്കിൽ പോലും അത്തരമൊരു നീക്കം നടന്നത് കൊണ്ടുവന്നു പാസ്സാക്കി. പക്ഷേ പാസ്സാക്കുമ്പോൾ അതെങ്ങനെയാണ് പാസ്സാക്കിയത്? അവിടെയാണ് ഞങ്ങൾ ചോദ്യമുയർത്തുന്നത്. നിങ്ങൾ ഇത്ര കാലം മൗനം പാലിച്ചു എന്നുള്ളതിനപ്പുറത്തേക്കായി ഈ ബില്ല് കൊണ്ടുപോകുന്ന പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ സ്ത്രീകളുടെ എനിക്കൊരു ചോദ്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഈ വനിതാ സംവരണത്തെ ഇന്ത്യ സഖ്യം അനുകൂലിക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയത്തോടാണ് എതിർപ്പ്. അതായത് 543 സീറ്റിൽ 33% വനിതാ സംവരണത്തിന് അനുകൂലമാണ് എന്നുള്ളത്. അപ്പം വനിതകൾ ഉയർന്നു വരണമെന്നാണ് ഈ ബില്ലിൽ കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കം പറയുന്ന ഒരു കാര്യം. അങ്ങ് ദേശീയ നമുക്ക് ആനി രാജയിലേക്ക് എത്താം. ടെലിഫോണിൽ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ട്, നമുക്ക് എത്താം. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ ചർച്ചകളിലേക്ക് കടക്കുന്ന ഒരു ദിവസമാണ്. 3 ദിവസത്തെ പ്രത്യേക സെഷൻ വിളിച്ചു ചേർത്ത് ചർച്ചകൾ നടക്കുന്ന ദിവസമാണ്. ഇന്ന് ആ ചർച്ചകൾക്ക് ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ചർച്ച തുടരാം എന്ന് തീരുമാനിക്കേണ്ടത് പിന്നീട് അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമെന്നൊരു പ്രതീക്ഷ കേന്ദ്രത്തിനുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം കടുത്ത എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ വലിയ ആശങ്കകളുണ്ട്. ഇതിപ്പോൾ തുടക്കം മുതൽ തന്നെ വനിതാ സംവരണത്തിന് അനുകൂലമാണ് എല്ലാവരും. പക്ഷെ അന്നൊന്നും 2014 മുതൽ തന്നെ ആവശ്യപ്പെട്ടിട്ടും അന്നൊക്കെയും മൗനം പാലിച്ചിരുന്നവർ ഇപ്പോൾ തിടുക്കപ്പെട്ട് നടത്തുന്ന ഈ ഒരു നീക്കം, ഇപ്പോൾ ഈ വനിതാ ബില്ല് ഈ ചർച്ചയ്ക്ക് വെക്കുന്ന അല്ലെങ്കിൽ അത് പാസ്സാക്കാൻ തിരക്കുന്ന ഒരു തിടുക്കം, അതിന് പിന്നിലെയാണ് ഇപ്പോൾ ഈ വിമർശനം വരുന്നത്. ശ്രീമതി ആനി രാജ, അങ്ങക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഞാനിപ്പോൾ അങ്ങയോട് ചോദിക്കാൻ വന്നൊരു കാര്യം, ഇപ്പം വനിതാ സംവരണത്തെ ഇന്ത്യ സഖ്യം അനുകൂലിക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയത്തോടാണ് എതിർപ്പ്. അതായത് 543 സീറ്റിൽ 33% വനിതാ സംവരണത്തിന് അനുകൂലമാണ് ഇന്ത്യ സഖ്യവും. വനിതകൾ ഉയർന്നു വരണമെന്നാണ് ഈ വനിതാ ബില്ലിൽ കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കം പറയുന്നത്. അങ്ങ് ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കൂടിയായ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ വനിതകളെ ഇക്കാര്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്? ഈ നടപ്പാക്കുന്നതിലെ ദുഷ്ടലാക്കുണ്ടെങ്കിൽ അത്
അല്ല, അത് നിങ്ങളുടെ പോലുള്ള എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടിയതാണ്. നിങ്ങളുടെ ചാനൽ കൂടി ഈ പരിപാടി കാണുന്ന മുഴുവൻ മനുഷ്യർക്കും എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ഞാൻ സംസാരിക്കുന്ന കാര്യം, ഞാൻ പറയുന്ന വിഷയങ്ങൾ അവർക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ രീതിയിൽ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളാണ്. ഇപ്പോൾ CPI സംബന്ധിച്ച് ഞങ്ങളൊരു കൊച്ചു പാർട്ടിയാണ്, ഞങ്ങൾക്ക് ചാനലുകളില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെയും സഹായത്തോടെ ഇങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ട ഇത് രണ്ടും രണ്ടല്ല. ഇതിലെന്ത് വനിതാ സംവരണത്തിനും ഈ മണ്ഡല പുനർനിർണയത്തിനും ഈ ഡീലിമിറ്റേഷനും എന്ത് ബന്ധമാണ് അതിൻ്റെ അകത്തുള്ളത്? വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ അത് 100 സീറ്റുള്ള പാർലമെൻ്റ് ആണെങ്കിൽ അവിടെ 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഇത്രയേറെ കോംപ്ലിക്കേറ്റ് ചെയ്ത് അത് നടപ്പിലാകാതിരിക്കാൻ അത് ഇപ്പം അന്ന് 2020 മുതൽ 2 കണ്ടീഷനിൽ കൊണ്ടുവന്നു. ഇന്ന് കൊണ്ടുവന്ന ബില്ലിൽ, ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന, ഇന്നലെ നമ്മളുടെ കയ്യിൽ കിട്ടിയ ബില്ലിൽ അതിൽ സെൻസസ് മാറ്റിവെച്ചുകൊണ്ട്, പക്ഷേ പറയുന്നു 2021 ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ബില്ല് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഒരു കാലിലെ ചങ്ങല അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണം ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി നിങ്ങൾ നോക്കൂ, ഏത് പത്രം എടുത്താലും, ന്യൂസ് പേപ്പർ എടുത്താലും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആ പത്രത്തിൻ്റെ പേരിൻ്റെ തൊട്ട് താഴെ എന്തൊരു ബിൽഡപ്പാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട് BJPയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും നടത്തുന്നത്. ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് 2023 സ്ത്രീകളെ ബിട്രേ ചെയ്തതാണ് എങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ അപമാനിക്കുകയാണ്, പരസ്യമായി ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ 2029 ഇൻ കേസ് ഈ പാർലമെൻറ്റിൽ ഈ ഇന്നലെ നടന്ന നമ്മുടെ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാക്കളുടെ യോഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന, അപ്പോഴേക്കും കട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്, RJD അടക്കമുള്ള മുഴുവൻ പാർട്ടികളും, ഞാൻ RJDയുടെ പേര് എടുത്തു പറയുന്നത്, ഈ ബില്ല് വന്നപ്പോൾ മുതൽ RJD അതുപോലെ തന്നെ SP തുടങ്ങിയ പാർട്ടികൾ ആവശ്യപ്പെടുന്ന ഒന്ന് ഇതിനോടൊപ്പം തന്നെ OBC റിസർവേഷൻ വേണമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ OBC SC/STക്കുള്ള റിസർവേഷൻ ജനറലി നമുക്കുണ്ട്, ഭരണഘടനയിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി SC/ST റിസർവേഷൻ അതിൻ്റെ ഇപ്പോൾ വരുന്ന ഈ വനിതാ സംവരണ ബില്ലിനകത്തും അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷേ OBC റിസർവേഷൻ ജനറലി ഇല്ലാത്തത് കൊണ്ട് ഈ ബില്ലിനകത്ത് അത് വരാൻ നിയമപരമായി സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വനിതാ സംവരണ ബില്ലിൻ്റെ കൂടെ ഇതും വേണമെന്ന് ആവശ്യപ്പെടുന്ന ഈ പാർട്ടികൾ, ഇതുവരെയും ആവർത്തിച്ചെന്ന പാർട്ടികൾ ഇന്നലത്തെ യോഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ തുടരും, അതിന് ഒരു സംശയമല്ല. പക്ഷേ ഈ ബിൽ ഇന്ന് നിലവിലുള്ള രീതിയിൽ അത് മറ്റുപാധികളില്ലാതെ പാസ്സാക്കാൻ ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ബ്ലോക്കിലെ മുഴുവൻ പാർട്ടികളും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ തയ്യാറാണ്. വനിതാ സംവരണ ബില്ലിലെ ഭേദഗതി അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഈ രാജ്യത്തെ സ്ത്രീകളെ രാഷ്ട്രീയമായി ശാക്തീകരിക്കുന്നില്ല. പ്രധാനമന്ത്രി ആ ബില്ലിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം ലഭിക്കുന്നതിന് വേണ്ടി എന്നൊരു പരാമർശം ബില്ലിൽ തന്നെയുണ്ട്. പക്ഷെ അത് പറയുന്നത് എവിടെയാണ്? ഇന്നുള്ള 543 എന്നുള്ളതിൻ്റെ അകത്തല്ല. അദ്ദേഹം ആ ബില്ലിൽ പറയുന്നത് അത് ഈ സീറ്റുകൾ വർദ്ധിപ്പിച്ചതിൻ്റെ 1/3 കൊടുക്കുമ്പോൾ മാത്രമേ സ്ത്രീകൾക്ക് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിത്തമുണ്ടാകും. എന്തൊരു നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇത് സൂചിപ്പിക്കേണ്ട ഒന്ന്, ഇതുവരെയും എത്രയോ സ്ത്രീകൾ ഇന്ത്യൻ പാർലമെന്റിൽ ഈ രാജ്യത്തെ ഒരുപാട് നിയമങ്ങളുടെ നിർമ്മാണത്തിൽ ഡ്രാഫ്റ്റ് കൊണ്ടുവരുന്നതിൽ, സ്ത്രീധന നിരോധന നിയമമടക്കമുള്ള അങ്ങനെ എത്രയെത്രയോ നിയമങ്ങൾ അതിലൊക്കെ മുൻനില പ്രാധാന്യത്തോടെ പ്രവർത്തിച്ച എത്രയോ സ്ത്രീകളുണ്ടായിരുന്നു. ഇതൊരു ഭാഗം. അവരെ അപമാനിക്കുന്നതിന് തുല്യം. രണ്ടാമത്, പാർലമെന്റിലും നിയമസഭയിലും വന്നാൽ മാത്രമേ സ്ത്രീകൾ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നുള്ള ഒരു വീട്ടമ്മ പോലും ഓരോ നിമിഷവും അവരടക്കം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ആ തർക്കത്തിലേക്ക് പോവുകയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ രാജ്യത്തെ മോഡി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ സർക്കാരിനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആത്മാർത്ഥതയെ ഞങ്ങൾ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഭൂരിപക്ഷമില്ലാതെ ഈ ബില്ല് ഉറപ്പായും പാസ്സാവില്ല. അപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്ന് അറിഞ്ഞിട്ടും തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവരുന്നത്, ഇനിയിപ്പോൾ 2 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ബാക്കിയുണ്ട്, അപ്പം ആ തിരഞ്ഞെടുപ്പും സ്ത്രീ വോട്ട് ഭാഗ്യം കൂടി ലക്ഷ്യമിട്ടാണെന്ന് കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഇതിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലക്ഷ്യമല്ല. ഒരു കല്ലുകൊണ്ട് 2 പക്ഷി എന്ന് പറയുന്നത്. ഇവിടെ അദ്ദേഹം ഒരു കല്ലുകൊണ്ട് 9 പക്ഷിയെ വീഴിക്കാമെന്നാണ് കരുതുന്നത്. ഒന്ന്, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിൽ, പ്രചാരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ അവിടെയുള്ള പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അവിടെ നിന്നും അകറ്റി നിർത്തുക ഒന്ന്. അല്ല എങ്കിൽ ഇതൊരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്താണ്? അവരവിടെ പ്രചാരണത്തിൽ നിൽക്കുകയും ഇവിടെ അവർ MP-മാരായിട്ടുള്ള ആ പാർട്ടി നേതാക്കന്മാർ വരാതിരിക്കുകയും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് വോട്ട് ചെയ്താൽ കൂടുതൽ ഈ കൊണ്ടുവരുന്ന ബില്ലിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകൾ എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ള രണ്ടാമത്തെ ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ, അത് മറ്റ് അടുത്തുള്ള ചോദ്യങ്ങളിലൂടെ ആ കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ രീതിയിൽ ഒരു കല്ലിൽ 9 പക്ഷിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബില്ല് ഇത്തരം ഒരു വളരെ എന്താണ് അപകടം പിടിച്ച ഈ ബില്ല് ഇന്ന് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ വനിതാ സംവരണം എന്താണ് സ്റ്റാൻഡ് അലോണായിട്ട് കൊണ്ടുവരിക. അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുകയും പാസ്സാക്കുകയും ചെയ്യും. അതല്ലാതെ അതിൻ്റെ പേരിൽ ഈ മറ്റ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും പാർലമെൻ്ററി ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് തന്നെ അപകടമുണ്ടാക്കുന്ന ഈ ബില്ല്, അത് അങ്ങേയറ്റം അപകടകരമായ ഒരു ബില്ലാണിത്. ആ ബില്ലിനെ തീർച്ചയായിട്ടും എതിർക്കും. അത് നമ്മൾ ഓപ്പണായിട്ട് വ്യക്തമാണ് ശ്രീമതി ആനിരാജ. ഇപ്പം അങ്ങേ എല്ലാ ദിവസവും നമുക്ക് ഈ വിചാരിക്കുന്ന സമയത്തൊന്നും ഗസ്റ്റായിട്ട് അങ്ങേ കിട്ടാത്തത് കൊണ്ടും സമയപരിമിതി കൊണ്ടും ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ഒന്ന് വേഗം പോവാണ്. ഇപ്പം സംസ്ഥാനത്തിനുള്ളിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം ശ്രീമതി ആനിരാജ. ഇപ്പം മറ്റു മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുപ്പിൽ ഇറക്കിയുള്ള പ്രചാരണവും ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ഒരു നേതാവ്, രേവന്ത് റെഡ്ഡി പോലെയുള്ള നേതാവ്, ഇവരൊക്കെയും കേരളത്തിലേക്ക് വന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന വിമർശനങ്ങൾ, അവർക്കെതിരെ കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്ന മറുപടി, ഇതൊക്കെയും ഈ ആ ഒരു സഖ്യത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം, അവരുടെ ഒരു ഗോൾ, അതിനെ ഉലയ്ക്കില്ലേ? സഖ്യയോഗങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? ശ്രീമതി ആനിരാജ, അങ്ങക്ക് എന്നെ കേൾക്കാമോ? ശരി, ഞാൻ ചോദിച്ചു വന്ന കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സംസ്ഥാനങ്ങൾക്കുള്ളിലെ രാഷ്ട്രീയം മനസ്സിലാക്കാമല്ലോ. ഇപ്പം മറ്റ് മുഖ്യമന്ത്രിമാരെ ഇറക്കിയുള്ള പ്രചാരണം അത് നമുക്ക് അറിയാം. അതേപോലെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾ, ഇപ്പം ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന ചുമതലക്കാരനായിട്ടുള്ളൊരു നേതാവാണ്. ഇപ്പം രാഹുൽ ഗാന്ധി, രേവന്ത് റെഡ്ഡി, ഇവരൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്ത് വന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്കെതിരെയൊക്കെ നടത്തുന്ന വിമർശനങ്ങൾ, ഇത് ആ ഒരു സഖ്യത്തിൻ്റെ പ്രഥമ ലക്ഷ്യത്തെ, ഒരു ഗോളിനെ, അതിനെ ഉലയ്ക്കുന്ന രീതിയിലേക്ക് പോകില്ലേ? കാരണം കടുത്ത വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിലൊരു ഉലയൽ നടക്കില്ലേ? സഖ്യയോഗങ്ങൾ, ഇന്ത്യ സഖ്യയോഗങ്ങളിൽ അങ്ങടക്കമുള്ള ആളുകളൊക്കെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാറുണ്ടോ? ഇല്ല, സഖ്യത്തിൻ്റെ യോഗങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ അജണ്ട മാത്രമാണ്. അത് ഈ കൊണ്ടുവന്ന ബില്ലാണ്. ആ ബില്ലിനെ കുറിച്ച് എന്ത് നിലപാടെടുക്കണം, പൊതുവായ നിലപാട് എന്താണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് സ്വാഭാവികമായിട്ടും നടക്കുക. ഇത് ഒരു പ്രത്യേക അജണ്ട വെച്ച് മറ്റ് വിശാലമായ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വരാം. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വേദികളുമാണല്ലോ. അപ്പം ആ വിഷയങ്ങൾ ഇന്നലെ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഈ ഒറ്റ അജണ്ട വെച്ച് മാത്രം ആയിരുന്നു ഇന്നലത്തെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഇത് ചർച്ചയായിട്ടില്ല. സ്വാഭാവികമായും ഇത്തരമുള്ള വിഷയങ്ങൾ കൂടുതൽ ഐക്യത്തോടെ ഈ ഇന്ത്യ സഖ്യം പോകേണ്ടത് ഒരു ആവശ്യകത, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം ഇന്ത്യ സഖ്യം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. കാരണം ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഗവൺമെന്റ് ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ ഇപ്പോൾ നമ്മൾ ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട് ഞാനൊരു കാര്യം അങ്ങനെ ഈ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഗീതാ മുഖർജിയിൽ തുടങ്ങുന്നു അങ്ങടക്കം എത്രയോ നേതാക്കളുണ്ട് ഇപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇടത് മുന്നണിയിൽ പോലും സ്ത്രീകൾക്ക് ഈ പൊളിറ്റിക്സിലൊക്കെ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ ശ്രീമതി ആനിരാജ? ഞാൻ പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ, അതല്ല ജയിച്ചു വന്നാൽ ഈ മന്ത്രിസ്ഥാനമടക്കം പദവികൾ വിതരണം ചെയ്യുന്നതിൽ, അപ്പം ഈ സ്ത്രീകൾ പൊളിറ്റിക്സിൽ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ?
ഇല്ല, ഞാൻ പറഞ്ഞുവല്ലോ, ഈ വനിതാ സംവരണം എന്നുള്ള വിഷയം ആദ്യം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ വന്ന ഒരു ചർച്ചയാണത്. അപ്പോൾ അതിനെ ഞങ്ങൾ എതിർത്ത് വന്നു. അതിലുണ്ടായിരുന്ന സ്ത്രീകൾ എതിർത്ത ഒരു വിഷയം 1975 ശേഷമാണ് ഈ ഒരു ആവശ്യം വന്നത്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് ഇന്ത്യൻ സ്ത്രീകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിക്കാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കായില്ല എന്നുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ സ്ത്രീകളെ എത്രയോ കാതം പിന്നിലാക്കിയാണ് അത് മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യകത വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഏത് ഇടതുപക്ഷമെന്നോ അല്ലെങ്കിൽ വലതുപക്ഷമെന്നോ ഓപ്പോസിഷനെന്നോ റൂളിംഗ് പാർട്ടി എന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ പാർട്ടികളും ഈ സ്ത്രീകളെ ഈ രീതിയിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ബില്ല് വരേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ പാർട്ടികളും ഇതിൽ ഉത്തരവാദികളാണ്. ഇപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ എത്രയോ 80 വർഷമാകാൻ പോവുകയാണ്. എന്നിട്ടും ഇപ്പോഴും നോക്കണം, നമ്മൾ 2023 ഈ ബില്ല് പാസ്സാക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ 14% ഉണ്ടായിരുന്നു. ബില്ല് പാസ്സാക്കിയതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പാർലമെന്റിലെ സ്ത്രീകളുടെ എണ്ണം 13% കുറഞ്ഞതാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം. അപ്പോൾ ആ കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ആ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ സ്ത്രീകളെ ദേ ഫെയിൽഡ് ഇന്ത്യൻ വിമൻ, അതാണ് യാഥാർത്ഥ്യം. അത് ഏത് കളറെന്നോ അല്ലെങ്കിൽ കൊടിയുടെ കളർ ഏതെന്നോ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം പ്രതിപക്ഷത്തെന്നോ ഭരണപക്ഷത്തോ ഒന്നും വ്യത്യാസമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ ബില്ല്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാം രാജ്യ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായൊരു ബില്ലാണ് ഇത് തന്നെ പറയാം. ഇപ്പം ശ്രീമതി ആനി രാജ, ഈ കേന്ദ്രം പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ ആകെ സീറ്റുകളുടെ എണ്ണം 850 ആയിരിക്കും എന്നേ നിശ്ചയിച്ചിട്ടുള്ളൂ. ഓരോ സംസ്ഥാനത്തും എത്ര വീതം സീറ്റുകൾ കൂടുമെന്നത് ചർച്ചയ്ക്ക് ശേഷം നിശ്ചയിക്കാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ്. ഇതിൽ എന്തെങ്കിലും ഒന്ന് ഒളിച്ചു കടത്താൻ കേന്ദ്രം ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ്? ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ പഴയ പേപ്പറൊക്കെ വാങ്ങാൻ ഇവിടെ ഡൽഹിയിൽ ഒരാൾ വരും. അത് 2 മാസം കൂടുമ്പോൾ വരും. അദ്ദേഹം വന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ എടുത്തു. അപ്പോൾ അയാൾ ഇതിങ്ങനെ എല്ലാം നോക്കിയിട്ട് പറയും, പിന്നെ ഇതൊരു 15 കിലോ ഉണ്ട്, അതിൻ്റെ കാശങ്ങ് തരും. അങ്ങനെയാണ് ഒരു മൊത്തക്കണക്കെന്നോ അല്ല കൊട്ടക്കണക്കെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു വ്യവസ്ഥയും ഒന്നുമില്ലാതെ ഒരു മാനദണ്ഡവുമില്ലാതെ 50% സീറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണോ? പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നടത്തി അത് ശരിയാകുമോ? ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അത് വെറും അരിത്തമാറ്റിക് മാത്രമല്ല, നമ്പറുകളുടെ ഇഷ്യൂ മാത്രമല്ല, അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഇക്വിറ്റിയാണ്, ക്വസ്റ്റ്യൻ ഓഫ് ഡൈവേഴ്സിറ്റിയാണ്, ക്വസ്റ്റ്യൻ ഓഫ് ബാലൻസ് ഓഫ് യൂണിയനാണ്. ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ട് വേണം ഈ ഡീലിമിറ്റേഷൻ എന്നുള്ള പ്രക്രിയ നടത്തുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും. അപ്പോൾ ആ രീതിയിൽ ആ ഗൗരവത്തോടെ ഇതിനെ കാണുന്നില്ല. മറിച്ച് ഇപ്പം നടക്കുന്ന ഇതെന്താണ്? ഇപ്പം ഈ 50% അങ്ങ് വർദ്ധിപ്പിക്കുന്നു. വനിതകൾക്ക് സംവരണം ചെയ്യാൻ വേണ്ടിയാണ് 50% വർദ്ധിപ്പിക്കുന്നതാണ് ക്ലെയിം, അതാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ ഫാസിസ്റ്റ് മനുവാദി ഗൂഢാലോചനയുണ്ട്, ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം മണ്ഡല പുനർനിർണയത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ജമ്മു കാശ്മീരിലെ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ചു. നിങ്ങൾക്കവിടെ പോയി കാണാം. അവിടുത്തെ ഓരോ മണ്ഡലങ്ങളും, പ്രത്യേകിച്ച് ജമ്മുവിലെ മണ്ഡലങ്ങൾ ഇത്രയേറെ കമ്മ്യൂണലി അതിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ അതിർത്തി നിർണ്ണയിച്ചതാണ് ജമ്മുവിൽ. അതേപോലെ ആസമിൽ. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യത്തെ മാത്രമല്ല, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ കൂടി അതൊരു തെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയെ അട്ടിമറിക്കാൻ, ആ രീതിയിൽ കമ്മ്യൂണലി അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. ഈ ജനസംഖ്യയുടെ പേരിൽ മാത്രമായി ഒരു പുനർനിർണയം ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റുകൾ, നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതൊരു ഇറലവൻ്റ് ആകുകയാണ് അത്തരമൊരു പ്രക്രിയയിൽ. കാരണം നമ്മളെ
പണ്ടേ തന്നെ നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ UPA ഗവൺമെൻറ് കാലത്തായിരുന്നാൽ പോലും കേരളം ശിക്ഷിക്കപ്പെടുകയായിരുന്നു. അപ്പോഴും എങ്ങനെ? ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം അതിനു വേണ്ടി പറഞ്ഞാൽ, ഈ APL BPL എന്നുള്ള ഒരു നമ്മുടെ റേഷൻ കാർഡിനെ രണ്ടായി തരംതിരിക്കുമ്പോൾ BPL നിർണ്ണയിക്കുന്നതിന് 13 ക്രൈറ്റീരിയ ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എന്താണ്? വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി ഓരോ വീട്ടിലും ടോയ്ലറ്റുകളുണ്ട്. അപ്പം നമ്മൾ അത്തരം സോഷ്യൽ സൂചികകളിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മൾ അപ്പോൾ നേരത്തെ മുതലേ പണിഷ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ രീതിയിലും നമ്മുടെ സംസ്ഥാനവും അതുപോലെ മറ്റ് പ്രത്യേകിച്ച് സദേൺ സ്റ്റേറ്റ് മറ്റ് കുറച്ച് ചെറിയ സംസ്ഥാനങ്ങൾ അവരൊക്കെ തന്നെ ബാധിക്കപ്പെടുകയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് വെറും നമ്പറിൻ്റെ മാത്രം വിഷയമല്ല, ഇത് ഇക്വിറ്റിയുടെയും ഡൈവേഴ്സിറ്റിയുടെയും ബാലൻസ് ഓഫ് യൂണിയൻ്റെയും പ്രശ്നമാണ്. ആ വിഷയങ്ങളൊക്കെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. യെസ്, ശ്രീമതി അനിരാജ, അപ്പം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പം ഈ വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വിഷു ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ? വിഷു ആഘോഷങ്ങൾ ആഘോഷിക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ലല്ലോ. അപ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു ബില്ല് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ തന്നെ അട്ടിമറിക്കുന്നതിനുള്ള ഇതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കാണരുത് ഈ ബില്ലിനെ. കാരണം വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ഒരു സ്ലോഗൻ ഓൾറെഡി ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഈ മണ്ഡല ഡീലിമിറ്റേഷൻ ഇവരുദ്ദേശിക്കുന്ന ഡീലിമിറ്റേഷനൊക്കെ കഴിയുമ്പോഴേക്കും ആ രീതിയിൽ വന്നുകൊണ്ട് ഇവിടെ ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്കോ അതല്ല പാർലമെന്റ് തന്നെ ഇല്ലാതാക്കുന്നതിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് പ്രവർത്തന രീതി ഇത്രകാലം 2014 മുതലുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ സ്ഥാപനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നടത്തി വരുന്ന ഭരണം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അത്തരമൊരു ആശങ്ക കൂടി ഉണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ അതുകൊണ്ട് തന്നെ മിനിഞ്ഞാന്ന് ബില്ല് വന്നത് മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും എല്ലാവരും പരസ്പരം വിഷു ആഘോഷിച്ച് ഇനിയും നമുക്ക് ഇത്തരത്തിൽ സന്തോഷത്തോടെ വിഷു ആഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും നടത്താനുള്ള സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരു ദിവസം വൈകിയാണെങ്കിലും എല്ലാവർക്കും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ ആളുകൾക്കും എൻ്റെ ഒരു ദിവസം വൈകിയാണെങ്കിലും സന്തോഷത്തോടെയുള്ള വിഷു ആശംസകൾ. താങ്ക് യു അനിമാം. അപ്പം അനിമാം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു. ഈ വനിതാ സംവരണ ബില്ലിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ മറ്റൊന്നും അറ്റാച്ച് ചെയ്യാതെ അതിനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് ഇന്ന് നിലവിലുള്ള എത്ര സംഖ്യയാണോ അതിൻ്റെ 1/3 സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിനുള്ള നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. നിങ്ങളുടെ ശബ്ദം അതിനുവേണ്ടി ഉയർത്തണം എന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇതുവഴി കാണാൻ സാധിച്ചതിൽ കേൾക്കാൻ സാധിച്ചതിലും ഒക്കെ തന്നെ സന്തോഷം കൂടിയുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.